ഹലോ, എല്ലാവർക്കും KC റെസിപ്പിയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്ത കേക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സാധാരണ എല്ലാവർക്കും പിസ്തയായിട്ട് ഷേക്കോ ഐസ്ക്രീമോ അത്ര ഇഷ്ടം ഉണ്ടാകത്തില്ല. കാരണം അതിലെ എസൻസ് ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ചേർത്തിട്ട് അതിനൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ കേക്ക് ഉണ്ടല്ലോ, പിസ്തയുടെ കേക്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ജ്യൂസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 kg പിസ്ത കേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവ് പിസ്ത ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു തരിതരിപ്പോട് കൂടി ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇത് 1/2 കപ്പ് മൈദയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തും കൂടി എടുക്കണം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്ന് പതഞ്ഞ് കിട്ടിയാൽ മതി. ഒന്ന് പതിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പൊടിച്ച 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലഫി ആകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം മാത്രം പിസ്തയുടെ എസൻസ് ചേർത്ത് കൊടുക്കുക. ഒത്തിരി ചേർക്കല്ല, ഒത്തിരി ചേർത്ത ഒരു കയ്പ്പ് രസം വരും. ഇത്രയും മതിയാവും. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പതിയെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിന് ഒരു ചെറിയൊരു പച്ച കളർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് ഞാൻ ലീഫ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി പൊടിയും കൂടെ കുറേശ്ശെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്പാച്ചില ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ടാപ്പ് ചെയ്ത് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം അതൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നല്ലപോലെ തണുപ്പിച്ച ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് തണുത്ത വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്ത് അതൊന്ന് ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ഒന്ന് നന്നായിട്ട് സ്റ്റിഫാകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഫിയാനയുടെ ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കളറും എസൻസും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിറപ്പ് തയ്യാറാക്കി എടുക്കണം. 3 ടേബിൾ സ്പൂൺ നല്ല തണുത്ത പാലും 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്താണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനെ കഴിക്കാൻ. ചുമ്മാ കഴിച്ച് നോക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. 10 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്ത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ആദ്യത്തെ ലെയർ ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. അതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിലേക്ക് ക്രഷ് ചെയ്ത കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് പൊടിക്കേണ്ട, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ 3 ലെയറും നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ടും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ ഫ്രീസറിൽ ഇരുന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. നമുക്കിതിൻ്റെ മുകളിലേക്ക് ചെറിയ ചൂടുള്ള ഒരു ഗനാഷ ഒഴിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഗനാഷ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് അളവ് വൈറ്റ് ചോക്ലേറ്റും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി മെൽറ്റാക്കിയിലേക്ക് ഒരു ഡ്രോപ്പ് മാത്രം പിസ്തയുടെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ചെറിയൊരു ലൈറ്റ് കളറിൻ്റെ പച്ച കളറാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കടുപ്പം കൂട്ടാൻ വേണ്ടി ഒരു ഡ്രോപ്പ് മാത്രം ഗ്രീൻ കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച കേക്കിന് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് ഡ്രോപ്പായിട്ട് താഴേക്ക് വരുന്നത് അതൊന്ന് നമുക്കൊന്ന് ഒന്നല്ലെങ്കിൽ ഡ്രോപ്പായിട്ട് തന്നെ നമുക്ക് ഒഴിക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ ലൈറ്റ് കളറ് പച്ച കളറും വെള്ള കളറും കൂടെ ഷെയ്ഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് താഴേക്ക് ഒലിച്ചിറങ്ങിയത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഇടയ്ക്ക് ഒരു പച്ച കളറും വെള്ള കളറും കൂടെ മിക്സ് ചെയ്ത് ഒരു ഷെയ്ഡായിട്ട് കിട്ടും. ഇതിന് മുകളിലേക്ക് നമ്മളൊരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
വൈറ്റ് കളറിൻ്റെ ക്രീമിലാട്ടോ ഞാൻ ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. അത് കുറച്ച് നമ്മുടെ കേക്കിന് മുകളിലേക്ക് ഒരു ഇത്തിരി ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുണ്ടാക്കിയെടുത്ത ആ പൂവ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ താഴേക്ക് ലീഫിൻ്റെ ഒരു ചെറിയ ഡിസൈനും കൊടുത്തു. ആ ലീഫിൻ്റെ ഡിസൈൻ തന്നെ കുറച്ചുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും വേറൊരു തരത്തിലുള്ള ഒരു ഫ്ലവറായിട്ട് മാറിയിട്ടത്. ഇനി സൈഡ് വശത്ത് മാത്രമായിട്ട് കുറച്ച് സിൽവർ ബോൾസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് കുറച്ച് വലുതും കുറച്ച് ചെറുതുമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിലും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മെറി ക്രിസ്മസിൻ്റെ ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഈ പിസ്ത കേക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.